ഹലോ, എല്ലാവർക്കും നമസ്കാരം. സദ്യകളിൽ പ്രധാനമാണ് അടപ്പായസം. അടപ്രഥമനില്ലെങ്കിൽ എന്തോണം അല്ലേ? നമുക്ക് ആദ്യം അടയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളം തിളയ്ക്കട്ടെ. ഞാനിവിടെ കുത്തുവിളക്കിൻ്റെ അടയാണ് എടുത്തിട്ടുള്ളത്. അടയിൽ വലിയ പീസുകളുണ്ട്, അത് നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം. അടയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. 6-7 മിനിറ്റ് നേരം അത് ഒന്ന് വേവട്ടെ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അട ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കണം. ഈ വെന്ത അട നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1-2 വെള്ളവും കൂടി നമുക്ക് കഴുകിയെടുക്കണം. കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇപ്പം ഞാൻ അത് അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പ്രാവശ്യം മിക്സിയിലടിച്ച് അതിനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പിന്നെയും ഒന്നും കൂടി അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ 1, 2, 3 പാലെടുക്കണം നമ്മൾ. ഞാനിതാ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് ഉരുകണം. നമ്മൾ ശർക്കര മുഴുവനൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കല്ലും മണ്ണുമൊക്കെ കാണും. ഇതാകുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. ഇതിൽ പതഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് അഴുക്കുണ്ട്. ആ പദം നമ്മൾ കോരി മാറ്റണം. പൊങ്ങി വരുമ്പോഴത്തേക്ക് സ്റ്റൗ കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ അത് കളഞ്ഞു പോകും. രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ തിളക്കട്ടെ. അപ്പോഴത്തേക്ക് എല്ലാ കട്ടകളും അലിഞ്ഞു വരും. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ഇതിൽ കുറച്ച് വേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ തരത്തിലുള്ള കല്ല് പാത്രത്തിൻ്റെ അടിഭാഗത്ത് ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് ചവ്വരി നേരത്തെ വെള്ളത്തിൽ കുതിർക്കാനിട്ടിരുന്നു. 2 മണിക്കൂർ നേരമായിട്ടുണ്ട്. അതെല്ലാം കുതിർന്നിട്ടുണ്ട്. ഇതിനി കഴുകിയെടുത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് അതും മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം സ്റ്റൗ ഓണാക്കി വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം. അട ഇപ്പോൾ നല്ല കട്ട പിടിച്ചിരിക്കുകയാണ്. ഇനി അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ഈ ശർക്കരയിലുള്ള വെള്ളം എല്ലാം വറ്റി നല്ലപോലെ കുറുകി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ അടിയിൽ പിടിക്കില്ല. കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് വഴറ്റി കൊടുക്കണം. നമ്മൾ എത്രത്തോളം വഴറ്റുമോ അത്രത്തോളം ടേസ്റ്റ് കൂടും.
ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. രണ്ടാം പാല് കുറവാണെങ്കിൽ മാത്രം നമുക്ക് മൂന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മൂന്നാം പാൽ എടുക്കേണ്ട കാര്യമില്ല. ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മൂന്നാം പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ലൂസാക്കി എടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം. തേങ്ങാപ്പാലും അടയും ശർക്കരയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പിടിക്കണം. അതിൽ നല്ലതുപോലെ തിളക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് തേങ്ങ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണം. തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി അതിനെ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങയൊക്കെ നല്ലപോലെ പൊങ്ങി വരട്ടെ. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വറുത്ത് വെച്ചതും അതും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇതിഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഓണത്തിന് എല്ലാവരും അടപ്പായസം ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.